ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 1 ആൻഡ് അംബ്രല്ല ഫോർ ഓൾ എന്ന ചാപ്റ്ററിലെ സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ എന്ന സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ. ഇതാ മിസ്റ്റർ ഒച്ച്. ഹി ബ്രിങ്സ് ദ മെയിൽ. അവൻ കത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഒച്ചിൻ്റെ ജോബ് എന്താ? പോസ്റ്റ്മാൻ. എവറി ഡേ ഹി ബ്രിങ്സ് ദ മെയിൽ വിത്തൗട്ട് ഫെയിൽ. എല്ലാ ദിവസവും മുടങ്ങാതെ അവൻ മെയിൽ കൊണ്ടുവരുന്നു. സ്നെയിൽ പറയുന്നത് നോക്കൂ. ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. ഹലോ മിസ്റ്റർ കുറുക്കൻ, നിങ്ങൾക്കൊരു പെട്ടിയുണ്ട്. നെക്സ്റ്റ് പിക്ചർ. മിസ്റ്റർ സ്നെയിൽ മിസ് ഹണിബി. മിസ്റ്റർ ഒച്ച് മിസ് തേനീച്ചയെ കാണുന്നു. എന്നിട്ട് സ്നെയിൽ പറയുകയാണ്, ഹായ് മിസ് ബി. മിസ് തേനീച്ചയെ, സീ ദ ബോക്സസ്. ആ പെട്ടികൾ നോക്കൂ. ദീസ് ആർ ഫോർ യു. ഇവ നിനക്കുള്ളതാണ്. നെക്സ്റ്റ് പിക്ചർ. മിസ്റ്റർ സ്നെയിൽ വിസിറ്റ്സ് മിസ്റ്റർ ഔൾ വിത്ത് സം മെയിൽ. കുറച്ച് മെയിലുകളുമായി മിസ്റ്റർ ഒച്ച് മിസ്റ്റർ മൂങ്ങയെ സന്ദർശിക്കുന്നു. എന്നിട്ട് സ്നെയിൽ എന്താ പറയുന്നത്? ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. ഇതാ കുറച്ച് ജന്മദിന കാർഡുകൾ. അപ്പോൾ അവള് എന്താ പറയുന്നത്? വൗ, ദാറ്റ്സ് ഗ്രേറ്റ്. വൗ, അത് കൊള്ളാം. 10 കാർഡ്സ് ഫോർ മീ. എനിക്ക് 10 കാർഡുകൾ. മക്കളെ, നിങ്ങൾക്ക് ബർത്ത്ഡേ കാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുള്ളവർ ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യണേ. മക്കളെ, ഇതുവരെയും ബർത്ത്ഡേ കാർഡുകൾ കിട്ടാത്ത മക്കൾ വിഷമിക്കേണ്ട കേട്ടോ. ഈ വർഷത്തെ ബർത്ത്ഡേക്ക് മക്കൾക്ക് ബർത്ത്ഡേ കാർഡ് കിട്ടും കേട്ടോ. നെക്സ്റ്റ് പിക്ചർ. അവൾ പറയുകയാണ്, ബട്ട് യു ആർ ലേറ്റ്. പക്ഷേ നീ വൈകിപ്പോയി. മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. എൻ്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. സ്നെയിൽ എന്താ പറയുന്നത്? ഓ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഓ, വൈകിപ്പോയ ജന്മദിനാശംസകൾ. മക്കളെ, സ്നെയിൽ ഇന്നലെ കൊണ്ടുവരേണ്ട ബർത്ത്ഡേ കാർഡുകളാണ് ഇന്ന് കൊണ്ടുവന്നത്. കാരണം എന്താ? സ്നെയിലിന് പതുക്കെ നടക്കത്തുള്ളൂ, അതാ. നെക്സ്റ്റ് പിക്ചർ. ഫ്രം മോർണിംഗ് ടു ഈവനിങ് മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മിസ്റ്റർ ഒച്ച് തൻ്റെ ജോലിയിലാണ്. ഹി വർക്ക്സ് ഹാർഡ് ആൻഡ് ടേക്സ് നോ റെസ്റ്റ്. അവൻ കഠിനാധ്വാനം ചെയ്യുന്നു, വിശ്രമം എടുക്കാറില്ല. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ. മിസ്റ്റർ ഒച്ച് വളരെ സാവധാനമാണ് നടക്കുന്നത്. സോ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ടു വെയിറ്റ് ഓൾ ദ ഡേ ഫോർ ദ മെയിൽ. അതിനാൽ അവൻ്റെ സുഹൃത്തുക്കൾക്ക് കത്തിനായി ദിവസം മുഴുവൻ കാത്തിരിക്കേണ്ടി വരുന്നു. ബട്ട് ദേ ആർ ഓക്കെ. പക്ഷെ അവർക്കതിൽ കുഴപ്പമില്ല. കൂട്ടുകാർക്ക് മെയില് ലേറ്റായി കിട്ടിയാലും അവർക്ക് പ്രശ്നമില്ല. ഇനി നമുക്ക് ലേഡി ബഗിന്റെ തോട്ട്സ് നോക്കാം. പൂവർ സ്നെയിൽ. പാവം ഒച്ച്. ഹി ഡസ് ഹിസ് ബെസ്റ്റ്. അവന്റെ പരമാവധി അവൻ ചെയ്യുന്നു. എന്താ അവന്റെ പരമാവധി അവൻ ചെയ്യുന്നത്? ലെറ്ററൊക്കെ കൃത്യസമയത്ത് കൊണ്ടെത്തിക്കാൻ അവന്റെ പരമാവധി അവൻ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് പിക്ചർ. വൺ ഫൈൻ ഡേ മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ട്സ് ഹിസ് വാക്ക്. ഒരു നല്ല ദിവസം മിസ്റ്റർ ഒച്ച് നടക്കാൻ തുടങ്ങുന്നു. ഹി വാക്സ് ആൻഡ് വാക്സ് എലോങ് ദ റോഡ്സ്. അവൻ റോഡുകളിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. സൂൺ ദ സ്കൈ ടേൺസ് ഡാർക്ക്. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. മഴ പെയ്യാൻ തുടങ്ങുന്നു. നെക്സ്റ്റ് പിക്ചർ. ദ കോൾഡ് വിൻഡ് ബ്ലോസ്. തണുത്ത കാറ്റ് വീശുന്നു. ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. റോഡുകൾ വെള്ളത്തിനടിയിലാകുന്നു. സ്നെയിൽ പറയുന്നത് എന്താ? നോ, ഐ ഷുഡ് നോട്ട് ഫെയിൽ. ഇല്ല, ഞാൻ പരാജയപ്പെടാൻ പാടില്ല. നെക്സ്റ്റ് പിക്ചർ. ദ റോഡ്സ് ആർ ബാഡ്. റോഡുകൾ മോശമാണ്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. മിസ്റ്റർ ഒച്ചിന് വലിയ വിഷമമായി. ഒച്ചിൻ്റെ തോട്ട്സ് നോക്കാം. ഹൗ വിൽ ഐ ഗോ? ഞാൻ എങ്ങനെ പോകും? തവളയുടെ ചോദ്യം നോക്കാം. ഹാ, ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ? ഹാ, മിസ്റ്റർ ഒച്ചിന് നീന്താൻ അറിയാമോ? മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ. മിസ്റ്റർ ഒച്ച് ഒരു ട്രാക്ടർ കാണുന്നു. ഇറ്റ് ഈസ് ഫോർ സെയിൽ. അത് വിൽക്കാനുള്ളതാണ്. കണ്ടോ മക്കളെ, അവിടെ ഒരു ട്രാക്ടർ കിടപ്പുണ്ട്. ഫോർ സെയിൽ എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അത് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒച്ചിൻ്റെ തോട്ട്സ് നോക്കാം. ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. എനിക്ക് ഈ ട്രാക്ടർ വാങ്ങണം. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. അത് എന്നെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കും. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ഹി ബൈസ് ദ ട്രാക്ടർ. അവൻ ട്രാക്ടർ വാങ്ങുന്നു. ഇറ്റ് മേക്സ് ഹിം മൂവ് ഫാസ്റ്റർ. അതവനെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. കണ്ടോ മക്കളെ, സ്നെയില് ട്രാക്ടർ വാങ്ങി ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് പിക്ചറിൽ ഫോക്സ് അവളിനോട് എന്താ പറയുന്നത്? ലുക്ക് ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ്. നോക്കൂ മിസ്റ്റർ സ്നെയിൽ എങ്ങനെയാണ് പോകുന്നതെന്ന്. നൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദ റൈറ്റ് ടൈം.
ഇപ്പോൾ അദ്ദേഹത്തിന്റെ മെയിൽ കൃത്യസമയത്ത് എത്തുന്നു. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് ദ സ്നെയിൽ? നിങ്ങൾക്ക് ആ ഒച്ചിന്റെ കഥ ഇഷ്ടപ്പെട്ടോ? വാട്ട് ഡസ് ദ ഹണി ബി ആസ്ക്? എന്താണ് ഹണി ബി ചോദിക്കുന്നത്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. സംഭാഷണം പൂർത്തിയാക്കാം. മക്കളെ, ഹണി ബി എന്തോ ചോദിക്കുന്നു അല്ലേ? ചോദിക്കുന്ന ചോദ്യം അവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഹണി ബി ചോദിച്ച ചോദ്യത്തിന് മറുപടി അവിടെ തന്നിട്ടുണ്ട്. മൂങ്ങ പറയാണ്, എന്താ? ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ആൻറ്റ്. ഇത് എൻ്റെ ആൻറ്റി അയച്ച കത്താണ്. അപ്പോൾ ഹണി ബി എന്ത് ചോദ്യമായിരിക്കും ചോദിച്ചിരിക്കുക? ഹൂ സെൻഡ് യു ദിസ് ലെറ്റർ? ആരാണ് നിനക്ക് ഈ കത്ത് അയച്ചത്? ഇതിന് മറുപടിയാണ് അവൾ പറഞ്ഞത്, ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ആൻറ്റ്. മക്കളെ, ഇതോടുകൂടി ഈ സ്റ്റോറി അവസാനിച്ചു. 2ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സുമായി കാണാം.